ഓരോന്നിനും FIR ഇട്ട് കൃത്യമായി അവരെ അട്രോസിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് പോലീസ് ചെയ്യേണ്ട പരിപാടിയാണ്. MLA അതിനകത്ത് ഇടപെട്ടത് തന്നെ അട്രോസിറ്റി ആക്ടിൻ്റെ അട്ടിമറിയാണ്. അവരെയൊക്കെ ഉൾപ്പെടുത്തി പ്രതി ചേർക്കണം. ഇവിടെ ഇപ്പം തന്നെ ഒരു പോലീസ് പോയിട്ടുണ്ട്, റീത്ത എന്ന് പറഞ്ഞൊരു പോലീസുകാരി. ഇവരുടെ മൊഴി മാറ്റി FIR ഇടാൻ അട്ടിമറിച്ച ആളാണ്. അവർക്കൊക്കെ എതിരെ കേസെടുക്കണം. ആ പ്രതികളാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. മലയാള സർവകലാശാലയ്ക്ക് മുൻപിലാണ് പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഗവേഷകയായിട്ടുള്ള അനഘയുടെ സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി അടിയന്തര യോഗം MLAമാരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതിൽ VCയും രജിസ്ട്രാറും ഉൾപ്പെടെ പങ്കെടുത്തതാണ്. അതിൽ പ്രധാന തീരുമാനമെന്ന് പറയുന്നത് ഈ വിഷയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുമെന്നുള്ളതാണ്. ഇന്നോ നാളെയോ അതിൽ ഒരു തീരുമാനമാകും. അതോടൊപ്പം തന്നെ ഈ അനഘയ്ക്ക് ആ ഗവേഷണം പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്നുള്ളതാണ് സർവകലാശാല ഉൾപ്പെടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു നടപടിയില്ലാതെ സമരത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നുള്ളതാണ് സമരസമിതിയുടെ ഒരു തീരുമാനം. അങ്ങനെ പുറകോട്ട് പോകില്ല, ഒരിക്കലും പുറകോട്ട് പോയില്ല. ഇതിന് നടപടിയെടുക്കാതെ ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രസ്ഥാനമില്ല. ഇന്നലെ അട്ടിമറിക്കാനാണ് ഇവിടെ ശ്രമങ്ങൾ MLAയുടെ ഭാഗത്ത് നടത്തിയത്. ഉൾപ്പെടെ അട്ടിമറിക്കാനാണോ അട്ടിമറിക്കാനാണ്. ഇന്നലെ രാത്രി ഇന്നലെ നിങ്ങളോട് ഇവിടെ വന്നപ്പം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ പകൽ വെളിച്ചത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പ്രഖ്യാപിച്ചത് ചർച്ചയല്ല, അതിനു മുമ്പ് അറസ്റ്റ് ആദ്യം പിന്നെ ചർച്ച എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം പോയി കഴിഞ്ഞ് അർദ്ധരാത്രി പാതിരാത്രി രണ്ട് MLAമാർ ഇവിടെ വരികയും ഞങ്ങളോട് ഈ സമരപ്പന്തലിൽ കയറാതെ നേരെ അവർ സിൻഡിക്കേറ്റ് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെന്ന് അവരെ പിടിച്ചിറക്കി മുദ്രാവാക്യം വിളിച്ച് ഇറക്കി വിടുകയാണ് ഇന്നലെ ഉണ്ടായത്. ഇവരെല്ലാവരും കൂടെ നിൽക്കുകയാണ്. ഈ സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇത് അനഘയുടെ മാത്രം പ്രശ്നം എന്നുള്ള രീതിയിൽ അനഘയ്ക്കൊരു സോൾവെൻ്റ് ഉറപ്പാക്കിയിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഈ സമരം അനഘ അങ്ങനെയല്ല ഇരിക്കുന്നത്. അനഘയ്ക്ക് വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇനി വരുന്ന ആളുകൾക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതുകൊണ്ട് രോഹിത്തായിട്ട് നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇവിടെ നടന്ന കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കുക. അതിനകത്ത് കൃത്യമായിട്ട് 2-3 കുറ്റകൃത്യങ്ങളുണ്ട്. ഓരോന്നിനും FIR ഇട്ട് കൃത്യമായി അവരെ അട്രോസിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് പോലീസ് ചെയ്യേണ്ട പരിപാടിയാണ്. MLA അതിനകത്ത് ഇടപെട്ടത് തന്നെ അട്രോസിറ്റി ആക്ടിൻ്റെ അട്ടിമറിയാണ്. അവരെയൊക്കെ ഉൾപ്പെടുത്തി പ്രതി ചേർക്കണം. ഇവിടെ ഇപ്പം തന്നെ ഒരു പോലീസ് പോയിട്ടുണ്ട്, റീത്ത എന്ന് പറഞ്ഞൊരു പോലീസുകാരി. ഇവരുടെ മൊഴി മാറ്റി FIR ഇടാൻ അട്ടിമറിച്ച ആളാണ്. അവർക്കൊക്കെ എതിരെ കേസെടുക്കണം. ആ പ്രതികളാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. അതന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ചർച്ചയ്ക്ക് ശേഷം MLA ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ സമരപ്പന്തലിൽ വെച്ച് ചർച്ചയ്ക്ക് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അതായത് MLAമാരുൾപ്പെടെ ഈ സമരം അട്ടിമറിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന ആരോപണം കൂടി സമരസമിതി ഉന്നയിക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അതായത് അവർ എന്താ ചെയ്ത് നമ്മളിവിടെ പറയാണ്, ഇത്ര ആളുകൾ SC/ST അട്രോസിറ്റി പ്രകാരം കുറ്റവാളികളാണ്, അവരെ അറസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നവാസ് MLA വന്നപ്പോൾ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. ഒരു തവണ ചോദിച്ചു, പുള്ളി 2 തവണ ചോദിച്ചു, 3 തവണ ചോദിച്ചു, അപ്പോഴൊന്നും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ അർദ്ധരാത്രി സമരപ്പന്തലിൽ നിർത്താതെ തിരൂർ MLAയും താനൂർ MLAയും കൂടെ അകത്തേക്ക് കയറിപ്പോകുന്നു. എന്നിട്ട് അനഘയും റിയാസിനെയും മാത്രമായിട്ട് അകത്തേക്ക് രജിസ്ട്രാറും കൂടെ ഉണ്ടെന്ന് ഉറങ്ങണം. അവരുമായിട്ട് ചർച്ച നടത്തി 3 മണിക്കൂർ. എന്നിട്ട് ഇവളെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോവാ, നിങ്ങൾ വരണ്ട എന്നൊക്കെയുള്ള സാധനമാണ് അവർ പറഞ്ഞത്. അവര് ഈ VC രജിസ്ട്രാറും കൊടുത്ത തെളിവിനെതിരെ ഇവളെ കയ്യിൽ തെളിവുണ്ടോന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഇവളെ ഇന്ററോഗേറ്റ് ചെയ്ത് ഇവളെ ട്രോമറ്റൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് നടക്കില്ല എന്നാണ് നമ്മൾ വ്യാജ പരാതി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റിക്കാരുടെ പ്രധാന പരിപാടി. ഒരുപാട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ, അത് വലിയ ഗൂഢാലോചനയാണ്, വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് മാത്രമല്ല അനഘയ്ക്കെതിരെയും വ്യാജ പരാതികൾ അവർ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള പല ഇൻഫോർമേഷനുള്ള ആളുകളും പറയുന്നത്. അപ്പോൾ ഈ അന്തസ്സുള്ള ആളുകളാണെങ്കിൽ, അന്തസ്സുള്ള ജനപ്രതിനിധികളാണെങ്കിൽ സമരം ചെയ്യുന്ന സമരസ്ഥലത്ത് വന്ന് സമരം ചെയ്യുന്ന സർവൈവറിൻ്റെ അടുത്ത് കാര്യം സംസാരിച്ച് ആദ്യം അതായിരുന്നു ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കുറ്റവാളികളുടെ അടുത്ത് സംസാരിക്കേണ്ടത്. ഇവരുടെ ബ്യൂറോക്രസി, ഇവരുടെ ഈ വലിയ പവർ കണ്ടിട്ട് അത് കണ്ട് പേടിച്ചിരിക്കാൻ വന്ന ആൾക്കാരല്ല ഞങ്ങളിവിടെ. അനഘയ്ക്ക് നീതി ലഭ്യമായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അതുതന്നെയാണ് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അനഘ, ഈ സമരസമിതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വലിയ ഗുരുതരമുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണും? സമരസമിതിയുടെ തീരുമാനം ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് എടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ എല്ലാവരും പോയി കഴിഞ്ഞ് അർദ്ധരാത്രി ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് 2 MLAമാർ വന്നത്. കൂടെ ഭരതൻ രജിസ്ട്രാർ ഉണ്ടായിരുന്നു. അപ്പോൾ സമരപ്പന്തലിൽ കയറാതെ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ താല്പര്യം സമരപ്പന്തലിലിരുന്ന് സംസാരിക്കുവാണെങ്കിൽ സമരപ്പന്തലിലിരുന്ന് സംസാരിക്കാമെന്നാണ്. പിന്നെ അവർ പറഞ്ഞു MLAയുടെ പ്രായാധിക്യവും മറ്റു കാര്യങ്ങളും പരിഗണിക്കണം, അതുകൊണ്ട്
ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത്, ആദ്യം പറഞ്ഞത് നമ്മൾ എല്ലാവരെയും തമ്മിലാണ് സംസാരം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ മാത്രം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടെ റിയാസ് വന്നോട്ടെ, അങ്ങനെയായി. അപ്പോൾ അത് പറ്റില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ മാത്രം പ്രശ്നമല്ല, ഞങ്ങൾ ഒരാളുടെ എൻ്റെ താൽക്കാലികമായി DC നടപ്പിലാക്കുക, ഈ പ്രശ്നം പരിഹരിച്ചു, അങ്ങനെയല്ല. എൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹ്യ അവസ്ഥയാണല്ലോ, ഇത് മാറണം. ഇനി ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, എല്ലാവരുടെയും കൂടി പ്രശ്നമാണത്. തന്നെയാണ്. അതായത് ഇനിയൊരു കുട്ടിക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിനു വേണ്ടിയുള്ള തക്കതായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. അതായത് അനഘയുടെ പ്രശ്നം മാത്രമല്ല, ഇതേ സാഹചര്യം അനുഭവിക്കുന്ന 100ഓളം കുട്ടികളുണ്ട്. അവരുടെ കാര്യത്തിൽ കൂടി പരിഹാരം കാണാം, അതിന് കൃത്യമായിട്ടുള്ള നിയമം വരണം എന്നുള്ള ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഷെഫീഖ് അർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.